ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് HSA സോഷ്യൽ സയൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ 2016 ആണ്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11. Tribhuvan International Airport is situating at. Tribhuvan International Airport is situating at. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കാഠ്മണ്ഡു. ആൻസർ ഓപ്ഷൻ ഡി കാഠ്മണ്ഡു. കാഠ്മണ്ഡു നേപ്പാളിൻ്റെ തലസ്ഥാനമാണ് കാഠ്മണ്ഡു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. 12. ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഡെൻമാർക്ക്. ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഡെൻമാർക്ക്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ഓപ്ഷൻ ബി കോപ്പൻഹേഗൻ. ആൻസർ ഓപ്ഷൻ ബി കോപ്പൻഹേഗൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13. ഫ്രോയിഡ് മെയ്വെതർ ഈസ് എ റിനൗഡ് നെയിം ഇൻ ദ ഫീൽഡ് ഓഫ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബോക്സിംഗ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ ബോക്സറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 14. ഇൻ നോർമൽ കേസ് ദ പീരീഡ് അലൗഡ് ടു ഫർണിഷ് ഇൻഫർമേഷൻ ബൈ ദ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആസ്. തന്നിരിക്കുന്ന ഓപ്ഷൻ ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 30 days. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 15. നെയിം ദ ഓഥർ ഓഫ് ഏഷ്യൻ ഡ്രാമ. നെയിം ദ ഓഥർ ഓഫ് ഏഷ്യൻ ഡ്രാമ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഗുന്നർ മൺട്രയാൽ. ഇദ്ദേഹം ഒരു സ്വീഡിഷ് എക്കണോമിസ്റ്റാണ്, അതുപോലെ സോഷ്യോളജിസ്റ്റും കൂടെയാണ്. അതുപോലെ ഇദ്ദേഹത്തിന് 1974 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. അതുപോലെ 1969 മുതലാണ് എക്കണോമിക്സ് വിഭാഗത്തിന് നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ ഈ എക്കണോമിക്സ് വിഭാഗത്തിൽ കൊടുക്കുന്ന ഈ പ്രൈസിനെ വേറൊരു പേരിലും കൂടെ നമ്മൾ അറിയപ്പെടുന്നു. സ്വിഗ്ഗീസ് റീസ് ബാങ്ക് പ്രൈസ് എന്ന പേരിലും അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. 16. എഡ്യൂക്കേഷൻ വാസ് ഇൻക്ലൂഡ് ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ് ഇൻ ദ ഇയർ. എഡ്യൂക്കേഷൻ വാസ് ഇൻക്ലൂഡ് ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ് ഇൻ ദ ഇയർ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1976. 1976 എഡ്യൂക്കേഷനെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. കൺകറൻറ്റ് ലിസ്റ്റിൽ ഉള്ള മറ്റുള്ള 2-3 എക്സാമ്പിൾ പറയാം. ഒന്ന് ഫോറസ്റ്റ്, 2 പിന്നെ ട്രേഡ് യൂണിയന്, 3 പറയുന്നത് ഇലക്ട്രിസിറ്റി, അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 17. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്രോപ്രിയേറ്റ് ടൂൾ ഫോർ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്രോപ്രിയേറ്റ് ടൂൾ ഫോർ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ടേം ടെസ്റ്റ്. ആൻസർ ഓപ്ഷൻ സി ടേം ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18. റിയലൈബിലിറ്റി is a necessary but not sufficient condition for validity. The meaning of this statement is. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എ വാലിഡ് ടെസ്റ്റ് വിൽ ഹാവ് എ സർട്ടൻ ഡിഗ്രി ഓഫ് റിയലബിലിറ്റി. അതാണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 19. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ സ്റ്റെപ്സ് ഇൻ ആക്ഷൻ റിസർച്ച്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ സ്റ്റെപ്സ് ഇൻ ആക്ഷൻ റിസർച്ച്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഡെവലപ്പിംഗ് എ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ ഫോർ മെഷർമെൻറ്റ്. ഡെവലപ്പിംഗ് എ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ ഫോർ മെഷർമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 20. ടീച്ചർ ആസ് പെർ NCF 2005 ഈസ് എ. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഫെസിലിറ്റേറ്റർ. ഓപ്ഷൻ സി ഫെസിലിറ്റേറ്റർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.